കടലക്കടലാസിൻ്റെ രാമായണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണത്തിലെ മൂന്നാമത്തെ കാണ്ഡമാണ് ആരണ്യകാണ്ഡം. രാമസീത ലക്ഷ്മണന്മാർ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചതിനു ശേഷമുള്ള സംഭവങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. വിരാധവധത്തിൽ ആരംഭിച്ച് സീതാ അപഹരണം വരെയുള്ള സംഭവങ്ങളാണ് മുത്തശ്ശി രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിൽ പ്രതിപാദിക്കുന്നത്. ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച രാമസീത ലക്ഷ്മണന്മാർ മുനിമാരെ സന്ദർശിക്കുന്നു. തുടർന്ന് വിരാധവധം സംഭവിക്കുന്നു. ശ്രീരാമ ദർശനത്താൽ ശരഭംഗമുനി സമാധി അടയുന്നു. പിന്നീട് രാമസീത ലക്ഷ്മണന്മാർ അഗസ്ത്യനെ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിൽ പർണശാല നിർമ്മിച്ച് ആശ്രമജീവിതം ആരംഭിക്കുന്നു. ഇവിടെ വെച്ചാണ് ശ്രീരാമൻ ലക്ഷ്മണന് മുക്തിമാർഗം ഉപദേശിക്കുന്നത്. പഞ്ചവടിയിൽ അവർ താമസിക്കുന്ന വേളയിലാണ് ശൂർപ്പണഖ സന്ദർശനവും തുടർന്ന് ശൂർപ്പണഖയുടെ വിവാഹ അഭ്യർത്ഥനയും. ലക്ഷ്മണനാൽ ആക്രമിക്കപ്പെട്ട ശൂർപ്പണഖ സഹായത്തിനായി രാക്ഷസ സഹോദരങ്ങളെ സമീപിക്കുന്നു. അവർ ശ്രീരാമനുമായി ഏറ്റുമുട്ടുകയും രാമൻ അവരെ വധിക്കുകയും ചെയ്യുന്നു. ശൂർപ്പണഖയിൽ നിന്ന് സീതാദേവിയെ പറ്റി അറിഞ്ഞ രാവണൻ ദേവിയെ സ്വന്തമാക്കുവാൻ മാരീച സഹായം തേടുന്നു. സ്വർണമാനിന്റെ രൂപത്തിൽ വന്ന മാരീചൻ സീതയെ ആകർഷിക്കുന്നു. സീതയുടെ നിർബന്ധപ്രകാരം ലക്ഷ്മണനെ തുണ നിർത്തി ശ്രീരാമൻ സ്വർണമാനിനെ പിന്തുടരുന്നു. ശ്രീരാമനാൽ ആക്രമിക്കപ്പെട്ട മാരീചൻ ശ്രീരാമ ശബ്ദത്തിൽ സഹായത്തിനായി അപേക്ഷിക്കുന്നു. തുടർന്ന് സീതയുടെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ സഹോദരനെ രക്ഷിക്കുവാനായി പർണശാല വിട്ട് പോകുന്നു. ഈ അവസരത്തിലാണ് സന്യാസ രൂപത്തിൽ രാവണൻ പർണശാലയിലെത്തുന്നതും സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതും. മാർഗമധ്യേ തടയാൻ ശ്രമിച്ച പക്ഷിരാജാവായ ജടായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്യുന്നു. ഇവിടെ മുത്തശ്ശി രാമായണത്തിലെ ആരണ്യകാണ്ഡം അവസാനിക്കുന്നു. നമുക്കിനി ചൊല്ലാം മുത്തശ്ശി രാമായണത്തിലെ ആരണ്യകാണ്ഡം. കാട്ടിലണഞ്ഞ രാമന്റെ കഥ കേൾക്കണമെന്നു കിടാങ്ങൾ മുത്തം കൊടുത്തു ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പാടിത്തുടങ്ങി. രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ. കാട്ടിലെ മാമുനിമാരെ ചെന്നു കാണുക നാമെന്നു രാമൻ. സീതയും തമ്പിയുമായി ചിത്ര കൂടാചലം വിട്ടിറങ്ങി. മുത്തശ്ശി എന്തോ നിനച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. കുന്തത്തിലാനയെ കോർത്തു കുതിച്ചെത്തി വിരാധൻ വിഴുങ്ങാൻ. രാമബാണത്താലെ ശാപം നീങ്ങി രാക്ഷസൻ വിദ്യാധരനായി. മുത്തശ്ശി മേൽപോട്ടു നോക്കി ചൊല്ലി രാമ ഹരേ ജയ രാമ. ശ്രീരാമ ദർശനം കിട്ടി ശരഭംഗൻ സമാധിയടഞ്ഞു. രാക്ഷസരെ കൊന്നു രാമൻ ദണ്ഡ കാരണ്യമൊന്നു വിളങ്ങി. മുത്തശ്ശിയുള്ളം തെളിഞ്ഞു ചൊല്ലി രാമ ഹരേ ജയ രാമ. ദക്ഷിണ ദിക്കിലഗസ്ത്യൻ തന്നെ ദർശിച്ചു പഞ്ചവടിയിൽ. ആശ്രമമൊന്നു ചമച്ചു പിന്നെ ആശ്വാസമോടെ വസിച്ചു.
മുത്തശ്ശി കണ്ണൊന്നടച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ. ആശ്രമമുറ്റത്തൊരു നാളൊരു സുന്ദരി വന്നു കുണുങ്ങി. രാവണ സോദരിയാൾക്കു രാമചന്ദ്രനെ വേൽക്കണം പോലും. മുത്തശ്ശി കാർക്കിച്ചു തുപ്പി ചൊല്ലി രാമ ഹരേ ജയ രാമ. സീതയൊന്നൂറിച്ചിരിച്ചു ശൂർപ്പണഖ അലറിയടുത്തു. ലക്ഷ്മണനാഞ്ഞൊന്നു വെട്ടി മൂക്കു നഷ്ടമായി രാക്ഷസിയോടി. മുത്തശ്ശി കൈയിണ കൊട്ടി ചൊല്ലി രാമ ഹരേ ജയ രാമ. പറ്റമായി രാക്ഷസരെത്തി രാമൻ ഒറ്റയ്ക്കവരെ വധിച്ചു. മാനിന്റെ രൂപം ധരിച്ചു വന്ന മാരീചനെയും വധിച്ചു. മുത്തശ്ശി വീണ്ടും മുറുക്കി ചൊല്ലി രാമ ഹരേ ജയ രാമ. സന്യാസി വേഷം ചമഞ്ഞു വന്നു രാവണൻ സീതയെ കട്ടു. പക്ഷി ജടായു തടുത്തു പക്ഷേ പുഷ്പകം പൊങ്ങിപ്പറന്നു. മുത്തശ്ശി പൊട്ടിക്കരഞ്ഞു ചൊല്ലി സീതാപതേ രാമ രാമ. ഈ വിധമാരണ്യകാണ്ഡം നല്ല മുത്തശ്ശി ചൊന്നതു കേട്ടു. സാദരം പിഞ്ചു കിടാങ്ങൾ ചൊല്ലി രാമ ഹരേ ജയ രാമ. രാമ ഹരേ ജയ രാമ. രാമ ഹരേ ജയ രാമ.